1 വയസ്സായപ്പോഴാണ് വന്ന് കണ്ടേന്ന് പറഞ്ഞു. അതെ. ജോസ് പ്രകാശ് സാർ ആ വീട്ടിലെ മൂത്ത മകനാന്ന് പറഞ്ഞു. അതെ. ഈ മൂത്ത മക്കൾക്ക് എപ്പോഴും കുറച്ചുകൂടെ അച്ഛൻ്റെയും കൂടെ ഉത്തരവാദിത്വം വരുന്ന ഒരാളാണ്. താഴെയുള്ള ആളുകളെയൊക്കെ നോക്കുക എന്ന് പറയുന്നത്. വീട്ടിലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളായിരുന്നോ ആ പരുവത്തില്? ഞാനത് പറഞ്ഞു വരുമ്പം എനിക്ക് അന്നും ഇന്നും എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജോസ് പ്രകാശ്, എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ. കാരണം ഞങ്ങൾ 7 പേരുടെ കാര്യത്തിലും ശ്രദ്ധാലുവായിരുന്നു പുള്ളി. സഹോദരിമാരുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളുടെയൊക്കെ പഠിത്തത്തിലാണെങ്കിലും മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യങ്ങളെല്ലാം ശ്രദ്ധ ചെലുത്തിയ ഒരു മനുഷ്യനാണ്. ഞാനിന്നും ഇവിടെ അഭിമാനമായിട്ടിരിക്കുന്നത് ജോസ് പ്രകാശിൻ്റെ അനുജൻ എന്നുള്ള ആ ഒരു ഒറ്റ ലേബലിൽ അവിടെ ഇരിക്കുന്നു. അതിലാണ് എനിക്ക് അഭിമാനമുള്ളത്. ഞാൻ ഇപ്പം പ്രേംപ്രകാശ് എന്ന് ഞാൻ ഇങ്ങനെ ആയത് അല്ലെ ഒരു സിനിമാ വേദിയിൽ വരാൻ കാരണവും എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ്. അതൊന്നും മറക്കാൻ പറ്റിയില്ല. പിന്നെ ചോദിച്ച ഒരു ചോദ്യം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത്രയും സാധുവായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. സിനിമയിലെ വില്ലനാണോ ഈ ആള് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും.